പുതിയ അനുഭവമാണ്, ഒരു പുതിയ ഉദ്യമമാണ് ഡിജിറ്റൽ ലൈബ്രറി. നാം എല്ലാം ജീവിക്കുന്നത് ഡിജിറ്റൽ കാലത്താണ്. നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം ഡിജിറ്റലായി മാറുമ്പോൾ വായനയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ അകന്നു പോകുന്നു എന്ന് കരുതുന്ന ഒരു കാലത്ത് ഡിജിറ്റൽ ലൈബ്രറി വലിയ സാധ്യതയാണ് നൽകുന്നത്. ഒരേ സമയം നിരവധി 10ഓളം ആളുകൾക്ക് പുസ്തകങ്ങൾ വായിക്കാം. ഒരു പുസ്തകം തന്നെ നിരവധി ആളുകൾക്ക് ഒരേ സമയം വായിക്കാം. അങ്ങനെ വായനയെ ഒരു വലിയ അനുഭവമാക്കി മാറ്റാൻ കഴിയും. പക്ഷെ അവിടെ മാത്രമല്ല ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രസക്തി, ഇത് നാടിനു കൂടി പ്രയോജനപ്പെടുന്നതാണ്. PSC പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെയുള്ള എല്ലാ PSC പരീക്ഷകളുടെയും മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിജിറ്റലായി ഇവിടെ ലഭ്യമാണ്. ഏത് വാക്കിൻ്റെയും അർത്ഥമറിയാൻ വിഷ്വൽ ഡിക്ഷണറി ഇതിൻ്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടാൻ കുട്ടികൾക്ക് അവസരം നൽകുന്ന ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു ലൈബ്രറിയുടെ ഭാഗമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ, ആ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ മുൻകാല ചോദ്യങ്ങളും നമുക്കിതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു പുതിയ ആശയം കൂടി നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതെന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. പുസ്തകം വായിക്കുന്നു. ഇന്നിപ്പോൾ ഇവരെല്ലാം അയാം മലാല വായിച്ചു തുടങ്ങി. ഹെലൻ കെല്ലർ വായിക്കണം എന്ന കീർത്തന ആഗ്രഹിക്കുന്നു. പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിൻ്റെ വായനാനുഭവം ബുക്ക് റിവ്യൂ ആയി അവർക്ക് രേഖപ്പെടുത്താം. എഴുത്തുകാരാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എഴുതി തുടങ്ങിയ കുട്ടികളുണ്ട്. ഇവരിൽ തന്നെ വായനയ്ക്കൊപ്പം ആ ഒരു എഴുത്തിൻ്റെ വഴികളിലേക്ക് എത്തുന്നവരുമുണ്ട്. കേരളത്തിൽ ആദ്യമായി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി ഒരു പബ്ലിഷിംഗ് കൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകങ്ങൾ അവർക്ക് വേണ്ടി MLA പ്രസിദ്ധീകരിക്കും. അങ്ങനെ ഒരു പബ്ലിഷിംഗ് കൂടി ഡിജിറ്റൽ ലൈബ്രറിയുടെ ഭാഗമായി ഒരു പുതിയ കാഴ്ചപ്പാടായി, പുതിയ അനുഭവമായി മാറുന്നു. ഏറെ അഭിമാനം. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് വായനയുടെ മഹാപ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ഭാവി തലമുറയെ കൈപിടിച്ചാനയിക്കുന്ന ഈ പദ്ധതി സാധ്യമാകുന്നത്. MLA പോകരുത്. MLAയുടെ ചോദ്യമുണ്ട്. ഈ MLA സംസാരിക്കുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാൻ മറന്നു. നമ്മൾ കേട്ടിരിക്കും അല്ലേ? ഇഷ്ടമാണോ MLAയുടെ സംസാരം? ഇഷ്ടമാണ്. എന്താ പറയുക MLAയുടെ സംസാരത്തിൽ? പ്രസംഗം തുടങ്ങിയാൽ നമ്മൾ പുതിയ പുതിയ അറിവുകൾ ആ പ്രസംഗത്തിലൂടെ സാറ് പറഞ്ഞു തരും നമുക്ക്. ഇഷ്ടമാണോ? ആർക്കാ മുമ്പ് വായിച്ചാള് MLAയുടെ ഈ സംസാരം എങ്ങനെയുണ്ട്? കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടമാണ് സാർ. ഇത് ശരിക്കും ഒരു വായനയോടെ കിട്ടിയ അറിവായിരിക്കും അല്ലേ? അങ്ങനല്ലേ? വായനയിൽ കൂടെ കിട്ടിയ അറിവ്, നിരന്തരമായ വായനയിലൂടെ. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഭാഷ പ്രയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം, അത് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും, ഭാഷ എന്ന് പറയുന്നത് അനുസ്യൂതമായ ഒരു ഒഴുക്കാണല്ലോ. ഇളനീര് പോലെ മധുരമുള്ള നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, അതിങ്ങനെ ഒഴുകി വരണം എന്നെങ്കിൽ അത് തന്നെയാണോ ഈ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി തന്നെ അതിനാണോ ഈ ഡിജിറ്റൽ ലൈബ്രറി ഒക്കെ അങ്ങ് ആശയം കൊണ്ടിരുന്നത്? അത് എൻ്റെ ഒരു വായനയാണ് എന്നെ രൂപപ്പെടുത്തിയത്. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് മേക്ക് എ പെർഫെക്റ്റ് മാൻ. അത് നന്നായി പ്രസംഗിക്കുക എന്നത് മാത്രമല്ല, നല്ല മനുഷ്യനാവുക എന്നതും വായന കുറച്ചുകൂടി നമ്മുടെ ഉള്ളിലെ മമതയെ അഗാധമാക്കും, സ്നേഹത്തെ അഗാധമാക്കും. നല്ല ചങ്ങാതിമാരാകാൻ കഴിയും, അലിവുള്ള ആർദ്രതയുള്ള മനുഷ്യരാകാൻ കഴിയും. ഒന്നാമനാവുക എന്നതിനേക്കാൾ പ്രധാനം മനുഷ്യനാവുക എന്നതാണ്. നിങ്ങൾക്കും അതുപോലെ വായനയിലേക്ക് പോകാനാണോ ഇഷ്ടം? അതെ, വായനയിലേക്ക് കടക്കാനാണ് എനിക്കും താല്പര്യം. പേരെന്തായിരുന്നു? കീർത്തനയ്ക്ക് ഏത് പുസ്തകം ഇഷ്ടം? എനിക്കാണെങ്കിൽ ഞാനിനി വായനയിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. കുറച്ച് ബുക്കുകളെല്ലാം വായിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ എല്ലാ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ. അപ്പം ഈ ഡിജിറ്റൽ ലൈബ്രറി നിങ്ങൾ ഉപയോഗിക്കുവോ? 10ാം ക്ലാസ്സിൽ പഠിക്കുവോ? എങ്ങനെ സ്കൂളിൽ ഇത് എങ്ങനെ മുതൽക്കൂട്ടാവോ? നല്ല മുതൽക്കൂട്ടാവും. എങ്ങനെ ഇപ്പം നമ്മളുടെ ഒരു ജീവിതത്തിലെ പുതിയൊരു അനുഭവമായിരിക്കും ഇങ്ങനെ ഓൺലൈൻ വായന അല്ലേ? അത് നിങ്ങൾ മൊബൈലിലേക്കാണോ കൂടുതലും, പത്രങ്ങളെക്കാളും കൂടുതൽ മൊബൈലിലേക്കാണോ വായിക്കുന്നത്? മൊബൈലിലാണോ വായന ഇപ്പം? അതെ. അപ്പം പുതിയ കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ ലൈബ്രറി കുറച്ചുകൂടെ സൗകര്യമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. MLAയുടെ ഈ വാക്ചാതുര്യം പോലെ ഭാവിയിൽ നിങ്ങൾക്കും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. അതിനെന്ത് വേണം? വായന അത്യാവശ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ പറയുന്നത്. വായനയാണ്. ഇപ്പം നമ്മുടെ പ്രമോദോട്ടനെ രൂപപ്പെടുത്തുന്നത് വായനയാണ്. പ്രമോദോട്ടൻ തന്നെ പറയുന്നു. പ്രമോദോട്ട, ഇവർ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അവസാനമായി അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ നോളജ് വില്ലേജ് പദ്ധതി റാന്നി, അതിനകത്ത് ഇനി തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നോളജ് വില്ലേജിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചു. ഇതുവരെ നടന്നത് ഞാൻ പറഞ്ഞല്ലോ, പാത്ത് ഫൈൻഡർ പോലെയുള്ള കുട്ടികളുടെ അഭിരുചികൾ അടയാളപ്പെടുത്തി നിരവധിയായിട്ടുള്ള അക്കാദമിക് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. ഈ വർഷം ഇനി അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. അത്
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ആദ്യത്തെ ഒരു സ്കിൽ ആൻഡ് ഇന്നവേഷൻ ഹബ്ബ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ ഹീറോ കമ്പോണൻറ്റ്, റോബോട്ടിക്സും ഡിസൈനുമാണ് അതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട മേഖലകൾ. 10 കോടി രൂപ ബഹുമാനായ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് അതിന് സ്ഥലം ഏറ്റെടുക്കാൻ അനുവദിച്ചു. സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ അതിവേഗം ആരംഭിക്കുകയാണ്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ DPR പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ ഒട്ടേറെ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്നിട്ട്, സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ത്യയിലെ ഏറ്റവും മാതൃകയാകുന്ന ഒന്നാണ്, അവരുമായി ചേർന്നിട്ടുള്ള ഒരു പദ്ധതി റാന്നിയിൽ ഞങ്ങളതിൻ്റെ സ്ഥലം കണ്ടെത്തി അതിവേഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ ഈ മാസം റാന്നിയിൽ ആരംഭിക്കുന്നു. അയിരൂരിൽ ഒരു നഴ്സിംഗ് കോളേജ്, ഏറ്റവും കൂടുതൽ നഴ്സിംഗ് മേഖലയിലേക്ക് ആളുകൾ കടന്നു വരുന്ന നാടാണ് റാന്നി. അപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി പഠിക്കേണ്ടി വരുന്നവർക്കായി ഒരു നഴ്സിംഗ് കോളേജ് അയിരൂരിൽ ആരംഭിക്കാൻ പ്രാഥമികമായ അനുമതി നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. നമ്മുടെ ആളുകൾ, കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യും നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു റിട്ടേൺ മൈഗ്രേഷനും ഇവിടെ തന്നെ കുട്ടികൾക്ക് ജോലി സാധ്യതയ്ക്കുള്ള മാർഗ്ഗങ്ങൾ, അവസരം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗജന്യ PSC കോച്ചിങ് കേരളത്തിൽ ആദ്യമായി MLA മുൻകൈയെടുക്കുന്ന പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള PSC കോച്ചിങ് റാന്നിയിൽ അടുത്ത മാസം ആരംഭിക്കുകയാണ്. അതോടൊപ്പം കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് എല്ലാ വീട്ടിലെയും സ്ത്രീകൾ, അമ്മമാർ, അവർക്കൊരു വരുമാനം നൽകാൻ ഒരു തൊഴിൽ വൈദഗ്ധ്യം, ഒരു സ്കിൽ അവർക്ക് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പദ്ധതി. എല്ലാ സ്ത്രീകൾക്കും ഏതെങ്കിലും ഒരു സ്കിൽ സൗജന്യമായി അവർക്ക് പ്രദാനം ചെയ്യുന്നൊരു പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായി ആരംഭിക്കുന്നു. അങ്ങനെ തൊഴിൽ അന്വേഷകർക്ക്, വിദ്യാർത്ഥികൾക്ക്, സംരംഭകർക്ക് എല്ലാം പ്രയോജനപ്പെടുന്ന സർവ്വതല സ്പർശിയായ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ പ്രാദേശികമായി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് നോളജ് വില്ലേജ്. ഒരു കാര്യം കൂടെ പോലെ MLA വലിയൊരു ഓഫർ നിങ്ങൾക്ക് നൽകി, എന്താ? പബ്ലിഷിംഗ് കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കഥയോ കവിതയൊക്കെ എഴുതുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ അനുഭവക്കുറിപ്പ് എഴുതിയിടാവല്ലോ. ചെയ്യുമോ? അനുഭവക്കുറിപ്പ് എഴുതിയിടുവോ? എഴുതും, തീർച്ചയായിട്ടും. ആരോടെ സ്ഥലത്തെ MLA വാക്ക് പറയുവാണോ? ഹെലൻ കെല്ലർ വായിച്ചിട്ട് എഴുതണം, അനുഭവക്കുറിപ്പ് എഴുതണം, ഡയറി കുറിപ്പുകളാണ്. ആ പല ഡയറി കുറിപ്പുകളും പിന്നീട് ആളുകൾ കണ്ട് സ്നേഹിച്ച് കഥകൾ ഇതിഹാസമാകും, പുഴ കടലാകും. ഡയറി കുറിപ്പുകൾ നാളെ ഒരു വലിയ പുസ്തകമായി മാറട്ടെ. എഴുത്തിൻ്റെ വഴിയിലേക്ക് കീർത്തനയും മറ്റുള്ളവരും തേജസ്വിനികളായി കടന്നു വരട്ടെ. അപ്പോൾ എല്ലാവരും കാണുകയാണ്, പറഞ്ഞ് എഴുതണം കേട്ടോ. അപ്പോൾ ഇതാണ് റാന്നി MLAയും റാന്നിയിലെ പിള്ളേരും എല്ലാം, കുട്ടികളൊക്കെ തന്നെ പൊളിയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനോടൊപ്പം സുജു T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.